Hello, welcome back to the channel. We will solar panel connected solar panel connected full video. This video already a battery inverter normal inverter battery. We will solar convert it. Here is 110 battery 800 VA inverter normally. We will 160 watts in 4 solar panel. അതുപോലെ ഈ MPPT ചാർജ് കൺട്രോളറും വെച്ചിട്ട് നമ്മൾ ഇതിനെ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഇതാണ് MPPT ചാർജ് കൺട്രോളർ. ഈ MPPT ചാർജ് കൺട്രോളർ വെച്ചിട്ടാണ് നമ്മൾ ഈ സിസ്റ്റത്തിനെ ഓൾറെഡി ഉള്ള ഇൻവെർട്ടറിനെ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിവിടെ 165 വാട്ട്സിന്റെ UTLന്റെ 4 പാനലാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ 165 വാട്ട്സിന്റെ UTLന്റെ സോളാർ പാനൽ. ഇതിന്റെ rated power 165 watts ആണ്. അതുപോലെ rated voltage എന്ന് പറയുന്നത് 19.47 voltage ആണ്. നമ്മൾ സോളാർ പാനൽ കണക്ട് ചെയ്തതിന് ശേഷം നോക്കിയെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ ഉണ്ടെങ്കിൽ 19.47 വോൾട്ട് വരെ നമുക്ക് ഇതിൽ കിട്ടും. അതുപോലെ ഈ പാനലിന്റെ പവർ ടോളറൻസ് പറഞ്ഞിരിക്കുന്നത് ±3% ആണ്. 3% കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ വീട്ടിൽ ഓൾറെഡി 12 വോൾട്ടിന്റെ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് നമ്മൾ 165 വാട്ട്സിന്റെ 4 പാനൽ യൂസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 365 വാട്ട്സിന്റെ 2 പാനൽ യൂസ് ചെയ്താലും മതിയാവും. പാനൽ ഒരു 200 വാട്ട്സിന് മുകളിലൊക്കെ പോകുന്ന സമയത്ത് അത് 24 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന പാനലുകളായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ 165 വാട്ട്സിന്റെ 4 പാനൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് ക്ലാമ്പ് മീറ്ററിൽ ഇതിലിപ്പോൾ DC 20 വോൾട്ടിലൊന്ന് ചെക്ക് ചെയ്ത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ നെഗറ്റീവ് കൊടുത്ത് നെഗറ്റീവും പോസിറ്റീവും ഇതുപോലെ കണക്ട് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാൽ ഇതിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 22.89 വരെ കിട്ടും. അപ്പോൾ നമുക്ക് വെയിൽ കമ്മിയാണ്. അതുകൊണ്ട് നമുക്ക് 17.78 വോൾട്ട് നമുക്ക് ഇവിടെ ഓപ്പൺ സർക്യൂട്ടിൽ കിട്ടുന്നുണ്ട്. ഇനി ഇത് കണക്ട് ചെയ്തിട്ട് എത്ര വോൾട്ട് കിട്ടുന്നെന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ റൂഫിൻ്റെ മുകളിലാണ് നമ്മൾ സോളാർ പാനൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ കിഴക്ക് ഭാഗം വരുന്നത് ആ വശത്താണ്. നമ്മൾ സോളാർ പാനൽ വെക്കുന്നത് ഈ തെക്ക് ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ് സോളാർ പാനൽ 10 ഡിഗ്രി ആംഗിളിൽ തെക്ക് ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ് സോളാർ പാനൽ വെക്കുന്നത്. ഇപ്പോൾ ആ സോളാർ പാനൽ വെക്കുന്നതിൻ്റെ സ്ട്രക്ചർ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ സ്ട്രക്ചറിനായിട്ട് ISI മാർക്കുള്ള GI പൈപ്പുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രക്ചർ സെറ്റ് ചെയ്യുന്നത് 10 ഡിഗ്രി ആംഗിളിലാണ് സ്ട്രക്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. RR പവർ സൊല്യൂഷൻ്റെ എല്ലാ വർക്കുകളും എക്സ്പീരിയൻസ്ഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെയും ലൈസൻസ്ഡ് വയർമാൻ അതുപോലെ A ക്ലാസ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറിൻ്റെയും മേൽനോട്ടത്തിലാണ് RR പവർ സൊല്യൂഷൻസ് വർക്കുകൾ നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ വർക്കുകൾക്ക് അതിൻ്റേതായ ക്വാളിറ്റിയും ചിട്ടയും RR പവർ സൊല്യൂഷൻസ് നിലനിർത്തി വരുന്നുണ്ട്. നമ്മളിവിടെ ഈ റൂഫിൽ ഓടിൽ ഹോളാക്കിയിട്ട് അതിലാണ് 10 ഡിഗ്രി ആംഗിളിൽ സ്ട്രക്ചർ ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ ഈ സ്ട്രക്ചറിൽ പാനൽ ഫിക്സ് ചെയ്യാനുള്ള ഹോളുകൾ കൃത്യമായ മെഷർമെൻറ്റോട് കൂടിയിട്ട് നമ്മൾ ഹാൻഡ് ഡ്രില്ല് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഹോളും ഇടുന്നത്. ഹാൻഡ് ഡ്രില്ല് യൂസ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായ ഹോളുകൾ പാനൽ ഫിക്സ് ചെയ്യാനുള്ള കൃത്യമായ ഹോളുകൾ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാൻഡ് ഡ്രില്ല് യൂസ് ചെയ്യുന്നത്. ഈ പാനലുകൾ സ്ട്രക്ചറിൽ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ 2.5 ഇഞ്ചിൻ്റെ നെട്ടും ബോൾട്ടുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ 2.5 ഇഞ്ച് നെട്ടും ബോൾട്ടും വെച്ചിട്ടാണ് പാനലുകൾ ഈ GI സ്ട്രക്ചറിൽ ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അത്രയും സ്ട്രോങ്ങിലാണ് ഈ പാനലുകൾ നമ്മൾ ഈ സ്ട്രക്ചറിൽ ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഈ സ്ട്രക്ചറിൽ കൊറോഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഗ്രേ കളർ പെയിൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത് ഈ സ്ട്രക്ചറിൽ യാതൊരുവിധ കൊറോഷനും യാതൊരുവിധ കേടും ഇല്ലാതെ തന്നെ കാലങ്ങളോളം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്ത് വിടുന്നത്. ഇവിടെ റൂഫിൽ സ്ട്രക്ചർ ഫിക്സ് ചെയ്യാനായിട്ട് വെൽഡിംഗ് വർക്ക് ആവശ്യമായി വരുന്നുണ്ട്. നമ്മുടെ RR പവർ സൊല്യൂഷൻസിൽ റെഡിമെയ്ഡ് സോളാർ പാനൽ സ്ട്രക്ചർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് സോളാർ പാനൽ സ്ട്രക്ചർ അവൈലബിളായി കിട്ടും. ഇവിടെ സ്ട്രക്ചർ ഫിക്സ് ചെയ്തതിന് നമ്മൾ പാനൽ കയറ്റിയിട്ടുണ്ട്. ഈ പാനലിൻ്റെ ഔട്ട് എടുക്കുന്നത് നമ്മൾ പോളിക്യാബിൻ്റെ 4² mm 1 കോർ DC വയറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്.
പോളിക്യാബിൻ്റെ 1 കോർ 4 സ്ക്വയർ mm DC വയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാനലിൽ നിന്ന് ഔട്ട് എടുക്കുന്നത്. നമ്മൾ പാനലിൽ നിന്ന് നമ്മൾ കണക്ഷൻ അതിലേക്കൂടെ വയറിട്ട് ഇതിലെടുത്തിട്ടുണ്ട്. ഈ നമ്മൾ പാനലിൽ വരുന്നതിന് നേരെ ഫസ്റ്റ് ഈ DC MCBയിലേക്ക് കൊടുത്തിട്ടുണ്ട്. DC MCBയിൽ ഇവിടെ ഇന്ന് കൊടുത്തിട്ട് ഈ ഔട്ടിനെ നമ്മൾ ഈ MPPT ചാർജ് കൺട്രോളറിലേക്ക് കൊടുക്കുന്നത്. ഈ DC MCB കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സോളാർ പാനലിൽ എന്തെങ്കിലും വർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ MCB ഓഫ് ചെയ്തിട്ട് നമുക്ക് സോളാർ പാനലിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല സോളാർ പാനലിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടോ അതുപോലെ എന്തെങ്കിലും ഷോർട്ട് കറണ്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ MCB ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സോളാർ പാനലിൽ നിന്നും വരുന്ന കണക്ഷൻ ആദ്യം തന്നെ ഈ ഒരു DC MCB ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ആ DC MCBൻ്റെ ഔട്ട് നേരെ പോകുന്നത് MPPT ചാർജ് കൺട്രോളറിലേക്കാണ്. ആ MPPT ചാർജ് കൺട്രോളറിനാണ് പിന്നെ ബാറ്ററിയിലേക്കും ഇൻവേർട്ടറിലേക്കുള്ള കണക്ഷൻ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ MPPT ചാർജ് കൺട്രോളറിൽ നിന്ന് ഇൻവേർട്ടറിലേക്കും ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ എല്ലാം കൊടുത്ത് ഔട്ടെല്ലാം എടുത്ത് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ ഏകദേശം നല്ല ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോൾ അധികം വെളിച്ചമില്ല. എങ്കിലും നമ്മൾ പാനലിൻ്റെ റേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് പറയുന്നത് 19.47 ഇപ്പോൾ വെളിച്ചം കമ്മിയാണ്. എന്നിരുന്നാലും നമുക്ക് ആ പാനൽ വോൾട്ടേജ് നമ്മൾ ഈ പാനലിൻ്റെ ഔട്ട് ഈ MCBയിൽ നിന്ന് പാനൽ ഔട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ വെളിച്ചം ഇല്ലാതെ തന്നെ നമുക്ക് 16.19 വോൾട്ട് കിട്ടുന്നുണ്ട്. റേറ്റഡ് വോൾട്ടേജ് പറയുന്നത് 19.47 ഇപ്പോൾ വെളിച്ചം ഇല്ലാതെ തന്നെ 16.19 വോൾട്ട് നമുക്ക് പാനൽ വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ ഈ വീട്ടിൽ ഓൾറെഡി ഉള്ള ബാറ്ററിനെയും ഇൻവേർട്ടറിനെയും നമ്മൾ MPPT വെച്ച് സോളാറിലേക്ക് കൺവേർട്ട് ചെയ്ത വർക്കാണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലേക്കോ ഓഫീസുകളിലേക്കോ ഒക്കെ സോളാർ പാനൽ കണക്ട് ചെയ്യാനായിട്ട് ധൈര്യമായ RR പവർ സൊല്യൂഷനായിട്ട് കോൺടാക്ട് ചെയ്യാൻ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും ടെക്നിക്കലായാലും എല്ലാവിധ നിർദ്ദേശങ്ങളും RR പവർ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്ത് വരുന്നുണ്ട്. സോളാർ പ്രൊഡക്ട്സ് വാങ്ങാനും സോളാർ ഇൻസ്റ്റാൾ ചെയ്യാനുമായിട്ട് RR പവർ സൊല്യൂഷനായിട്ട് കോൺടാക്ട് ചെയ്യാം. തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ അതുപോലെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി ഓൺ ആക്കിയാൽ ഇതുപോലെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.